ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൗക്കത്ത് പാലം വലിച്ചതിന്റെ ഫലമായാണ് അന്നത്തെ UDF സ്ഥാനാർത്ഥിയായ VV പ്രകാശ് തോറ്റത് എന്ന് MV ഗോവിന്ദന്റെ ആരോപണം വന്നിട്ടുണ്ട്. ഇതേ തുടർന്ന് പ്രകാശിന്റെ പക്ഷക്കാരും കുടുംബവും ഷൗക്കത്തിനെതിരെ തിരിഞ്ഞു. അച്ഛന്റെ ഓർമ്മകൾ ഓരോ നിലമ്പൂരുകാരന്റെയും മനസ്സിൽ എരിയുമെന്ന പ്രകാശിന്റെ മകളുടെ സമൂഹ മാധ്യമ പോസ്റ്റും ഷൗക്കത്തിനെതിരെയുള്ള ഒളിയമ്പാണ് എന്നും MV ഗോവിന്ദൻ പാർട്ടി ദിനപത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ ആരോപിക്കുന്നുണ്ട്. രാഗിൻ, ഇത്തരത്തിൽ ഈ ദേശാഭിമാനിൽ എഴുതിയ ലേഖനത്തിൽ മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? ഈ പറയുന്ന കാര്യങ്ങളിലെ പരമാർത്ഥം, അതിന്റെ വാസ്തവം, അതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെ? അതായത് UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് വന്നിരിക്കുന്നു. LDFന്റെ സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ വേണ്ടി LDF നീക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടെയാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ലേഖനം ദേശാഭിമാനിയിൽ വന്നിരിക്കുന്നത്. അതിൽ രാഷ്ട്രീയ വഞ്ചനയ്ക്കെതിരെ നിലമ്പൂർ വിധിയെഴുതും എന്ന തലക്കെട്ടിലുള്ള ലേഖനത്തിലാണ് അതിൽ ഉപതലക്കെട്ട്, അതായത് മഴവിൽ സഖ്യത്തിന് കോൺഗ്രസും ലീഗും ശ്രമിക്കുന്നു എന്ന ഉപതലക്കെട്ടിൽ ഉള്ള കാര്യങ്ങളിൽ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. അതിൽ പ്രധാനമായും പറയുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അന്ന് മത്സരിച്ചത് അന്നത്തെ DCC പ്രസിഡന്റ് കൂടിയായിട്ടുള്ള VV പ്രകാശ് ആയിരുന്നു. VV പ്രകാശിനെതിരെ VV പ്രകാശിനെ പാലം വലിച്ച് തോൽപ്പിച്ചു ഷൗക്കത്ത് എന്ന നിലയിലുള്ള ആരോപണമാണ് ഇപ്പോൾ MV ഗോവിന്ദൻ ഉയർത്തുന്നത്. അതന്ന് കോൺഗ്രസ് സർക്കിളുകളിൽ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു ആരോപണം കൂടിയായിരുന്നു. അതിനുശേഷം MV ഗോവിന്ദൻ പറയുന്നത്, തുടർന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുന്നത് 2 ദിവസം മുൻപ് ഹൃദയാഘാതം വന്ന് അദ്ദേഹം മരിക്കുന്നു. അതിനൊക്കെ ശേഷം അദ്ദേഹത്തിന്റെ കുടുംബവും അതോടൊപ്പം തന്നെ ഈ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നവരും ആര്യാടൻ ഷൗക്കത്തിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. ഇതോടൊപ്പം ഈ VV പ്രകാശിന്റെ മകളുടെ ഫേസ്ബുക്ക് പോസ്റ്റും ചർച്ചയാക്കിയിട്ടുണ്ട് MV ഗോവിന്ദൻ. ഓരോ നിലമ്പൂരുകാരുടെയും മനസ്സിൽ അച്ഛന്റെ ഓർമ്മകൾ എരിയും എന്ന് പറയുന്നത് ആര്യാടൻ ഷൗക്കത്തിനെതിരെയുള്ള ഒളിയമ്പാണ്. അതായത് UDF വലിയ പ്രതിസന്ധിയിലേക്ക് ചെന്ന് എത്തപ്പെട്ടിരിക്കുന്നു. അതിനോടൊപ്പമാണ് ഇക്കാര്യങ്ങളും വന്നിരിക്കുന്നത്. അത് UDFന് തിരിച്ചടിയാകും. കാരണം അൻവർ ഗുണമാകുമെന്ന് പ്രതീക്ഷിച്ചെടുത്ത് ഇപ്പോൾ അൻവർ കീറാമുട്ടിയായിരിക്കുകയാണ്. അതിന് ഒപ്പം തന്നെയാണ് ആ സ്വരച്ചേർച്ചയില്ലായ്മ UDFന്റെ ഭാഗത്ത്, കോൺഗ്രസിന്റെ ഭാഗത്ത് നേതാക്കൾക്കിടയിലുണ്ട്. അതിനോടൊപ്പമാണ് തുടർന്ന് ഈ കാര്യങ്ങളും ഉള്ളത് എന്നതാണ് പറയുന്നത്. വളരെ ഗുരുതരമായിട്ടുള്ളൊരു ആരോപണം തന്നെയാണിത്. അന്ന് കോൺഗ്രസിനകത്ത് വലിയ തോതിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. അന്ന് പ്രധാനമായും ഈ ആര്യാടൻ മുഹമ്മദ് സീറ്റ് ഒഴിഞ്ഞ ഘട്ടത്തിൽ 2016 സ്ഥാനാർത്ഥിയായി വന്നത് ആര്യാടൻ ഷൗക്കത്തായിരുന്നു. പക്ഷേ ഷൗക്കത്ത് അൻവറിനോട് തോൽക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് 11,000 വോട്ടിന്. അതിനുശേഷം സീറ്റ് നഷ്ടപ്പെട്ടു. പിന്നീട് ആ സീറ്റ് കൊടുക്കാൻ കഴിയില്ല എന്ന് കോൺഗ്രസിനകത്ത് തന്നെ വലിയ തോതിൽ തന്നെ ചർച്ചയായി. തുടർന്നാണ് VV പ്രകാശ് അവിടെ സ്ഥാനാർത്ഥിയായി വരുന്നത്. ഇത് ആര്യാടൻ ഷൗക്കത്തിന് അത്ര ദഹിക്കുന്ന കാര്യമായിരുന്നില്ല. ഷൗക്കത്തുമായി ബന്ധപ്പെട്ട വിഭാഗം അന്ന് തെരഞ്ഞെടുപ്പിൽ ഈ VV പ്രകാശിനെതിരെ പ്രവർത്തിച്ചു എന്നതടക്കമുള്ള ആരോപണങ്ങൾ കോൺഗ്രസിൽ വലിയ തോതിൽ തന്നെ ചർച്ചയായിരുന്നു. അതിനൊക്കെ ശേഷമാണ് പിന്നീട് ഇപ്പോൾ വീണ്ടും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആര്യാടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയായി വരുന്ന ഘട്ടത്തിൽ MV ഗോവിന്ദൻ അതേ ആരോപണം എടുത്ത് ഉയർത്തി ഇപ്പോൾ ഒരു രാഷ്ട്രീയ ചർച്ചയാക്കിയിരിക്കുന്നത്. മാത്രമല്ല കൃത്യമായ ഒരു രാഷ്ട്രീയ കളിയാണ് CPM നടത്തുന്നത് എന്ന് വേണം പറയാനെന്നും തോന്നുന്നു രാഗിൻ. കാരണം കൃത്യസമയത്ത് കൃത്യമായി തന്നെ ചില കാര്യങ്ങൾ പറയുകയാണ്. അവിടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. CPM LDF ആരെയാണ് നിർത്തുന്നത് എന്നതിൽ തീരുമാനമായിട്ടില്ല. അതിനു മുൻപ് തന്നെ ഇങ്ങനെയൊരു സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് ആയിരിക്കും എന്നത് പ്രഖ്യാപിച്ചതിന് ശേഷം ഈ ഒരു വിഷയം മുന്നോട്ട് കൊണ്ടുവരിക എന്നതിലൂടെ വളരെ ടാക്ടിക്കലായ ഒരു രാഷ്ട്രീയ കളി തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് MV ഗോവിന്ദൻ എന്ന് തോന്നുന്നു. തീർച്ചയായും. കാരണം ഒന്ന്, ഇപ്പോൾ UDF ആദ്യഘട്ടത്തിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് UDF പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞു. LDF അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്നു. മാത്രമല്ല LDFന്റെ സിറ്റിംഗ് സീറ്റാണ് ആക്ച്വലി അൻവർ കളം മാറിയതാണ്. ഇതടക്കമുള്ള പശ്ചാത്തലം നിലനിൽക്കുകയാണ്. UDFലെ അസ്വാരസ്യങ്ങൾ കൂടി ചർച്ചയാക്കിക്കൊണ്ട് UDFനെ പ്രതിരോധത്തിലാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു നീക്കം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഭാഗത്തുനിന്ന് തന്നെ ഉണ്ടാകുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ദേശാഭിമാനിയിലെ ലേഖനത്തിൽ ഇക്കാര്യം സ്പെസിഫിക്കായി എടുത്തു പറയുകയും ചെയ്തിട്ടുള്ളത്. ഇത് കോൺഗ്രസ് സർക്കിളുകളിലൊക്കെ തന്നെ നേരത്തെ പറഞ്ഞ് മുന്നോട്ട് പോയിട്ടുള്ള ആരോപണമാണ്. ആ ആരോപണമാണ് ഇപ്പോൾ LDF വീണ്ടും, അല്ലെങ്കിൽ CPM വീണ്ടും എടുത്ത് ഉയർത്തുന്നത്. അതായത് LDF സ്ഥാനാർത്ഥിയെ കണ്ടെത്തുന്നില്ല, LDF ആളുകളെ തിരഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നതടക്കമുള്ള വലിയ തോതിലുള്ള പരിഹാസങ്ങളടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ കോൺഗ്രസ് നേതാക്കളുടെയും ലീഗ് നേതാക്കളുടെയും ഒക്കെ ഭാഗത്തുനിന്ന് വന്നിരുന്നു. അങ്ങനെ LDF പ്രതിരോധത്തിലേക്ക് പോകുന്നു എന്ന തോന്നൽ ജനിപ്പിക്കുകയായിരുന്നു പ്രധാനമായും ലക്ഷ്യമിട്ടിരുന്നത്. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ ഒരു തിരിച്ചടി എന്ന നിലയിൽ
കോൺഗ്രസിനകത്തെ ഭിന്നതകളും അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ വളരെ സൂക്ഷ്മമായിട്ടുള്ള സെൻസിറ്റീവായിട്ടുള്ള ഒരു വിഷയമടക്കമെടുത്ത് ഉയർത്തിയിരിക്കുന്നത് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. അതാണ് ഇവിടുത്തെ ഒരു ഏറെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ കാര്യവും. എന്തായാലും ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നിലമ്പൂരിൽ വലിയ തോതിൽ തന്നെ ചർച്ചയാകുമെന്ന് തീർച്ചയാണ്. നാളെ വെള്ളിയാഴ്ച CPM-ന്റെ സ്ഥാനാർത്ഥി എത്തും. ആ ഘട്ടത്തിൽ ഈ ആരോപണവും കൂടി ഉയർത്തി മുന്നോട്ട് പോകാനാണ് LDF ഇപ്പോൾ ശ്രമിക്കുന്നത്. ശരി രാഗിൻ.